നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ എന്നാൽ പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ തകർച്ചകൾ ഉണ്ടാവാറുണ്ട്. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, വിട്ടുമാറാത്ത രോഗങ്ങൾ. ഇതിനെല്ലാം പിന്നിൽ ചില നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അല്ലാതെ ഇത് നാം കരുതുന്നത് പോലെ വിധിയുടെ വിളയാട്ടമല്ല. പല ആളുകളും ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പറയും ഇതെല്ലാം വിധിയാണെന്ന്. എന്നാൽ എല്ലാം വിധിയുടെ പ്രവർത്തനമല്ല. ചിലതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അദൃശ്യമായ ശക്തികളെ കൊണ്ട് നമ്മുടെ ജീവിതം തകർക്കുക. അത്തരത്തിൽ ഇത്തരം നെഗറ്റീവ് ക്രിയകൾ കൊണ്ട് ജീവിതം താറുമാറായ ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വളരെ ഐക്യത്തോടെ പോയിരുന്നവർ പിന്നീട് വേർപിരിയേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്നും തർക്കങ്ങളും ബഹളങ്ങളും, ചിലപ്പോൾ കൊലപാതകത്തിൽ വരെ എത്താം. അതാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലം. പല ആളുകളും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം, എല്ലാം തകർന്ന് തരിപ്പണമായതിന് ശേഷമായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുവാനും നമ്മോട് ഇതിനെക്കുറിച്ച് പരിഹാരങ്ങൾ തേടി നമ്മുടെ അടുത്തേക്ക് എത്തുന്നതും. അപ്പോഴേക്കും വളരെ വൈകിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ കുടുംബദേവതയുടെ അനുഗ്രഹത്താലോ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ, ദുസൂചനകൾ ഉണ്ടാവുന്നതിന് മുന്നേ പ്രപഞ്ചം പല സൂചനകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. അതിനെ അവഗണിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം സൂചനകളെ നമുക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പിഴച്ചത്, എവിടെ നിന്നാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, ആരാണ് ഇതിന് പിന്നിൽ. ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരം ദുഷ്ടശക്തികൾ നമുക്കൊപ്പം നിൽക്കുമ്പോൾ പല ആളുകൾക്കും ഇത് തിരിച്ചറിയാൻ ചില പ്രയാസം അനുഭവപ്പെടും. എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷമായിരിക്കും പല ആളുകളും പ്രതിവിധി അന്വേഷിച്ചിറങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്ന ഇത്തരം സൂചനകളെ അവഗണിക്കരുതെന്ന് പറയുന്നത്. ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് തന്നെ ദൈവികമായൊരു ചൈതന്യം നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം ഭഗവാൻ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നും ആത്മീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തുടച്ചു നീക്കുവാനും സാധിക്കും. അല്ലാത്തവരുടെ ജീവിതമാണ് നാം കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട് നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തുന്നത്. അത്തരത്തിലൊരു വ്യക്തി ഒളിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾക്കെതിരെ ആഭിചാരക്രിയകൾ ചെയ്യുന്നു. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നതിനെക്കുറിച്ച് ഇവിടെ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ അതീവ ശക്തിയേറിയ ഏതോ ഒരിടത്തു നിന്നാണ് ഇത്തരം ക്രിയകൾ ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ക്രിയകളാൽ നിങ്ങളിൽ പല ആളുകളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ഇത് വേണ്ട രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും വഴിപാടും തന്നെയാണ്. എന്നിരുന്നാലും ഇത് നിങ്ങളുടെ പിന്നാലെയുണ്ട്. ദൈവികമായ ചൈതന്യം നിങ്ങളിൽ നിന്ന് മറയുന്ന സമയം ഇത് നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. അത് പിന്നീട് നിങ്ങളുടെ നാശത്തിലാണ് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രതിവിധി നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുണ്ട കാർമേഘങ്ങൾ കടന്നു വന്നേക്കാം. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കാർമേഘങ്ങളെ നീക്കി വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിലനിർത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു ശക്തി, എന്തോ ഒരു ദോഷം മറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ഈയൊരു സന്ദേശം നിങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇടയായത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ, ആഴത്തിൽ പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം കാലമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശദമായി പരിശോധിക്കുക. ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ, അല്ല ഇതാരെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായ പ്രയാസങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും. നിങ്ങളാൽ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. നിങ്ങൾ ഇത്തരം ആഭിചാരം, കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ഈ പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഇത്തരം എല്ലാ നെഗറ്റീവ് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നെഗറ്റീവ് ഊർജ്ജത്തെ
ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുന്നതിനും വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലുമെല്ലാം ഉണ്ടാകും. അവർ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ ദൈവികമായ ചൈതന്യം പോലെ അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലും അവരുടെ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ നമ്മുടെ പൂജാ വഴിപാടുകൾ പങ്കാളിയാവുന്നതോടെ അവർക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. അപ്പം എന്നത്തെയും പോലെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. ഒപ്പം തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ നിങ്ങൾ കേൾക്കരുത്. ഇത് കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ഭഗവാന്റെ ഈ ഒരു സന്ദേശം കേൾക്കുന്ന പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ അതുതന്നെയാണ് ഈ ആഭിചാര്യത്തിൻ്റെ പ്രത്യേകത. ആഭിചാരം നിങ്ങളുടെ പിന്നിലുണ്ട് എങ്കിലും നിങ്ങൾ ഇഞ്ചിഞ്ചായി നശിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത് വളരെ വൈകിട്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായും ആഭിചാരത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയാലോ പുരുഷനാലോ പലതവണ ആഭിചാര ദോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ അവർ കടത്തിവിട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾ പലതവണ അനുഭവിച്ചു. എന്നാൽ ദൈവികമായ നിങ്ങളുടെ ചൈതന്യവും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി കൊണ്ട് തന്നെയാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതായത് ചില സന്ദർഭങ്ങളിൽ ഏതാണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കഠിനമായ വേദനകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളത്. ഒരുപക്ഷെ ആഭിചാരത്തിൻ്റെ ഒരു പരിണിത ഫലമായി നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുകയും സമാധാനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം. ഇവരുടെ ലക്ഷണങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ നിങ്ങളെ നശിപ്പിക്കാൻ എത്ര പണം ചെലവാക്കാനും തയ്യാറാണ്. അവർക്ക് എത്ര രൂപ കടം വാങ്ങേണ്ടി വന്നാലും നിങ്ങളെ തകർക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം. നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ലഭിക്കുന്നു. എന്നാൽ ഇത് ഭഗവാൻ കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ മറഞ്ഞിരിക്കുന്ന ശത്രുവായ സ്ത്രീയായാലും പുരുഷനെയായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. കാരണം അവർ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ നിൽക്കുന്നവരായിരിക്കാം. മിക്കവാറും നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത ആളുകളോ ആകാനാണ് സാധ്യത. പുറമേയുള്ള ശത്രുവിനേക്കാൾ നാം ഭയക്കേണ്ടത് അകമേയുള്ള ശത്രുവിനെ തന്നെയാണ്. അത് എത്ര വലിയ പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ജീവിതം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവർ നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം നരകതുല്യം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാം തള്ളപ്പെടേക്കാം. അതുകൊണ്ടാണ് നാം പറയുന്നത് വളരെ വിശദമായി ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നവരെയും നാം തിരിച്ചറിയണം. അതിനുവേണ്ട മുൻകരുതലുകളും നാം ജീവിതത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ അതിനുകൂടെ നാം സമയം ചെലവഴിക്കണം. അല്ലെങ്കിൽ നാം ഒരുപാട് സമ്പാദിച്ചതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതെയായിപ്പോൾ നാളെയെല്ലാം തകർന്ന് തരിപ്പണമാകും. ജീവിതം വെറും ശൂന്യതയിലേക്ക് തള്ളപ്പെടും. ഒരുപക്ഷെ ആഭിചാരം മൂലം നാം ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്താം. അതായത് ഒന്നിനും ഒരു ഉയർച്ച കിട്ടാത്ത അവസ്ഥ, ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ, സാമ്പത്തികമായ വൻ തകർച്ച, സ്നേഹിക്കുന്നവർ കാരണങ്ങളില്ലാതെ അകന്നുപോവുക, ഒരു തെറ്റും ചെയ്യാതെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നു, നിങ്ങളുടെ ശരീരം മുഴുവൻ വാളുകൾ തറച്ചു കയറുന്നതുപോലെ വേദനയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നത്, അകാല മൃത്യു, ദുർമരണങ്ങൾ, അപകടങ്ങൾ, ഇത്തരത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. നിങ്ങൾ ഒരുപാട് ചേർത്ത് പിടിക്കുന്നവയെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ ഇത് തിരിച്ചറിയുന്നത് ഒന്നും രണ്ടും മൂന്നും അനുഭവങ്ങൾ കൊണ്ടല്ല. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു കയറി എല്ലാം കൈവിട്ടു പോകുമ്പോഴാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും നമ്മുടെ അടുത്തെത്തുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ടതെല്ലാം അപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാലോ അവരുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചശക്തി, അവർ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി ധാരാളം സൂചനകൾ പല വിധത്തിൽ നൽകിയിട്ടുണ്ടാവാം. അതെല്ലാം അവഗണിച്ച് അവർ മുന്നോട്ട് പോകും. വലിയ പ്രതിസന്ധിയുടെ നടുക്ക്, ഒരു വലിയ സാഗരത്തിൻ്റെ നടുക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ധാരാളം ആളുകളെ നാം കണ്ടിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നാം നിങ്ങളോട് ഈ ദൈവികമായ സൂചനകളെ, ഈ ദൈവികമായ സന്ദേശങ്ങളെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ശത്രുക്കളെയും എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെ പ്രതിരോധിക്കാൻ വളരെയധികം ശക്തിയുള്ള ഒന്ന് തന്നെയാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. വിശ്വാസമുള്ളവർക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളുടെ ഉയരത്തിന് തുല്യമായ വെള്ളിനൂലും ആൾരൂപവും വാങ്ങുക.
നിങ്ങൾ ഒരു നാളികേരം നെറ്റിയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആഭിചാര ദോഷങ്ങളെല്ലാം ചെയ്തവർക്ക് തന്നെ അത് തിരിച്ചു കിട്ടണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനൊപ്പം ഒരു രക്തപുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക. നാളികേരം തലക്കുഴിഞ്ഞ ശേഷം ക്ഷേത്രപാലകൻ്റെ മുന്നിൽ ഉടയ്ക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ചെയ്യുക. തീർച്ചയായും നിങ്ങളിത് ചെയ്തിരിക്കണം. മാസത്തിൽ ഒരു തവണയോ ആഴ്ചയിൽ ഒരു തവണയോ ഇത്തരത്തിൽ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളെ പ്രതിരോധിക്കും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കുവാനും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാനും സഹായിക്കും. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾ വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾ ജലധാര, മൃത്യുഞ്ജയ ഹോമം, അത്തരത്തിലുള്ള പൂജാ വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സന്ധ്യാനേരങ്ങളിൽ നിങ്ങളുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. കുടുംബ പരദേവത നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും. കൂടാതെ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം ആ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം തകർക്കുന്നതാരാണോ അവർക്ക് തക്കതായ മറുപടി ശിക്ഷ നൽകണേ എന്ന് ആ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു വ്യക്തികളെക്കുറിച്ചോ മറ്റൊരാളെക്കുറിച്ചോ നിങ്ങളുടെ മനസ്സിലുള്ള രൂപം വെച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്ന ആളാകണമെന്നില്ല നിങ്ങളുടെ ശത്രു. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശത്രു ആരാണെന്ന് ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കുന്ന ആ വ്യക്തിയെ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ ഈ പ്രപഞ്ചം നൽകുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ ഈ പറഞ്ഞ വഴിപാടുകളും എല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഉപദ്രവിച്ച ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാനും അവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാനും സാധിക്കും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഇരുട്ട് പടരുമ്പോൾ പരിഭ്രാന്തരാകേണ്ടതില്ല. ഈ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിൻ്റെ സൂചനയാണ്. നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒരുപക്ഷെ ഇന്ന് ജയിക്കുന്നുവെന്ന് തോന്നിയേക്കാം. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറയ്ക്കാൻ ശ്രമിച്ച, പ്രതിസന്ധികൾ നിറയ്ക്കാൻ ശ്രമിച്ച, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പ്രപഞ്ചം തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം ആഭിചാരവും നെഗറ്റീവ് ക്രിയകളും ചെയ്യുന്നവർ വിഡ്ഢികളാണ്. ഒരു നാൾ ഇതെല്ലാം അവർക്ക് വലിയ തിരിച്ചടികൾ തന്നെയായി നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും ആരെയും ഉപദ്രവിക്കുവാനോ മറ്റൊരാളുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവാനോ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ എത്തിക്കുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നന്മക്കായും നിങ്ങൾ പ്രവർത്തിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ. നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒന്നും ഭഗവാൻ കാണാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കരകയറ്റും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ കരുത്ത്. ആ ശക്തിയുടെ പിൻബലം കൊണ്ട് തന്നെയാണ് നിങ്ങൾ നാളിതുവരെ ഇത്തരം ദുഷ്ടശക്തികളെയും മനുഷ്യരെയും അവഗണിച്ച് അല്ലെങ്കിൽ പ്രതിരോധിച്ച് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. തുടർന്നും നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളെ ഒരു ശക്തിക്കും തളർത്താൻ സാധിക്കുകയില്ല. നാം പറഞ്ഞ പരിഹാര കാര്യങ്ങളും ക്ഷേത്ര ദർശനവും സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇല്ലാതായി ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.